ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ മോഡലായ റെഡ്മി 8 എന്ന മൊബൈൽ ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കമൻറ്റിൽ അഭിപ്രായങ്ങൾ ചോദിക്കുക. നമുക്കെന്തായാലും ഫോൺ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. നല്ലൊരു ബോക്സിങ്ങും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ വാരിയൻ്റ് എന്ന് പറയുന്നത് 4GB, അതുപോലെ തന്നെ റാം 64GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വാരിയൻ്റാണ് ഈ ഒരു മോഡൽ. ഇത് സെയിം വേറൊരു വാരിയൻറ്റും കൂടി വരുന്നുണ്ട്, 32GB, അതുപോലെ തന്നെ 3GB റാം. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ വേഗം മെമ്മറി ഫുള്ളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പൈസ ഡിഫറൻറ്റ് ഒന്നുമില്ല. 7999 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതുകൊണ്ട് ഇത് തന്നെ എടുത്തു. ഇത് തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഒരു പൈസ ഡിഫറൻറ്റ് ഇല്ലെങ്കിൽ മെമ്മറി മാറ്റിയിടാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നല്ല, ഈ കുറച്ച് പൈസ ചിലവാക്കി 64 തന്നെ എടുക്കലാണ്. പിന്നെ റാമും കൂടുതലാണ്. നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ മാനുവൽ ബുക്കാണ് കാണുന്നത്. മാനുവൽ ബുക്ക്, സിം അഡാപ്റ്റർ, അതുപോലെ തന്നെ ഇതിൻ്റെ കവറും മാനുവൽ ബുക്കുമാണ് ഉള്ളത്. സാധാരണ പ്ലാസ്റ്റിക് കവറാണ്, ക്ലിയർ കവറാണ് വരുന്നത്. ക്ലിയർ കവർ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ പുറത്ത് കാണാൻ വേണ്ടിയാണ് ക്ലിയർ കവർ ഇതിൻ്റെ കൂടെ ഇട്ടത്. സാധാരണ ബ്ലാക്ക് കളറൊക്കെയാണ് വരാറ്, പക്ഷേ ഇത് ക്ലിയർ കവർ എന്ന് പറയുന്നത് നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് അതിനനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ്. പിന്നെ ഡിസൈനും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുന്നതിന് ബോക്സിൻ്റെ ഉള്ളിൽ ബാക്കി കാര്യങ്ങളൊന്ന് നോക്കാം. ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളാണ്, അതുപോലെ തന്നെ സാധാരണ നോർമൽ ചാർജറാണ് വരുന്നത്. മെയ്ഡ് ഇന്ത്യ ആണ്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഒന്ന് ഓണാക്കി നോക്കിയിട്ട് ക്യാമറ ക്ലാരിറ്റി ഒക്കെ നോക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. ബാറ്ററിയുടെ mAh എന്ന് പറയുന്നത് 5000 mAhൻ്റെ ബാറ്ററിയാണ് ഇത്തിരി ഒരു പ്രൈസ് റേഞ്ചിൽ അവർ തരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യമാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയാണ് വരുന്നത്. പിന്നെ വരുന്നത് ടൈപ്പ് സിയുടെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഈ ഇത്തിരി ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ പറഞ്ഞു ബാറ്ററിയുടെ കാര്യം, അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ചാർജിങ്ങും. എല്ലാ കാര്യങ്ങളും ഇത്ര ഒരു ബജറ്റ് പ്രൈസിൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന റെഡ്മി 8 തന്നെയാണ്. പിന്നെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.22 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് ആണ് ഡിസ്പ്ലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും സ്ക്രാച്ചും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഴുന്നതിന് പേടിക്കേണ്ട. പിന്നെ FM റേഡിയോ ഇതിലുണ്ട്. FM റേഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ഫോണുകളില്ലേന്ന്. FM റേഡിയോ ഒരുപാട് ഫോണുകളിൽ നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പം വരുന്ന റെഡ്മിയുടെ മോഡലിൽ മാത്രമാണ് ഐഫോണും അതുപോലെ സാംസങ്ങിലൊന്നും റേഡിയോ FM റേഡിയോ വരുന്നത് ചില റെഡ്മിയുടെ മോഡലിൽ മാത്രമാണുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു IR ലൈറ്റ് വരുന്നുണ്ട്. IR ലൈറ്റ് എന്ന് പറയുന്നത് റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്ന എല്ലാ സിസ്റ്റവും നമുക്ക് ഈ ഒരു ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. MI റിമോട്ടിൽ AC, അതുപോലെ തന്നെ TV, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് റിമോട്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ ഒരു ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്.
അത്യാവശ്യം നല്ല സെൽഫി ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ രണ്ട് സിമ്മും മെമ്മറിയും ഒരേ ടൈമിൽ ഇടാൻ പറ്റും. ചില മോഡലുകൾ നമുക്ക് കാണലുണ്ട് രണ്ട് സിം ഇടുന്ന സമയത്ത് മെമ്മറി ഇടാൻ പറ്റാത്ത ഒരവസ്ഥ. പക്ഷേങ്കിൽ ഇതിൽ രണ്ട് സിമ്മും രണ്ട് മെമ്മറിയും ഒരേ ടൈമിൽ ഇടാൻ പറ്റുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ്, ഫേസ് ലോക്ക്, രണ്ട് ലോക്കും ഇതിൽ അവൈലബിൾ ആണ്. ഫേസ് ലോക്ക് സാധാരണ നൈറ്റിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എന്നാലും പകൽ നല്ല സ്പീഡിൽ തന്നെ വർക്കാവുന്നുണ്ട്. ഈ ഒരു ടൈം ഓണായി വരുവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം ലോഡിങ് ആപ്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളും ലോഡ് ചെയ്ത് വരുന്നതാണ്. MIയുടെ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. MI ഫയൽ മാനേജർ, അതുപോലെ തന്നെ MIയുടെ ഗാലറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നത്. നമുക്ക് കുറച്ച് നേരം ഒരു വെയിറ്റ് ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ക്യാമറ ഒക്കെ നോക്കാം. അതുപോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫോക്കസിങ്ങിൻ്റെ നല്ല ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഫോണിന്. സെൽഫിയും അതുപോലെ തന്നെ സെൽഫീൻ്റെ ക്ലാരിറ്റിയും കൂടി ഒന്ന് നോക്കാം. സെൽഫീൻ്റെ ക്ലാരിറ്റിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവണമെന്നില്ല, കാരണം ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. സംതിങ് 7,999 രൂപക്ക് വാങ്ങാൻ പറ്റുന്ന വാല്യൂ ഫോർ മണി തന്നെയാണ്. വാങ്ങുന്നവർ എന്തായാലും ഈ ഒരു ബജറ്റിലാണ് നിങ്ങൾ ഫോൺ വാങ്ങുന്നത്, ഇത് തന്നെ എടുക്കുക. മറ്റുള്ള ഒരുപാട് കമ്പനിയോ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ A10s എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോയിൽ തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയ ചാനൽ തുടങ്ങിയതാണ് ഇപ്പോൾ അടുത്ത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ തന്നെ ചോദിക്കുക. ഓക്കെ, ബൈ.